സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാന ലാപ്പിലെത്തിയിരിക്കുകയാണ്. ഇനി 2 ഘട്ട വോട്ടെടുപ്പ് മാത്രമാണ് അവശേഷിക്കുന്നത്. നാളെ 6ാം ഘട്ട വോട്ടെടുപ്പ് നടക്കും. 10 ദിവസം കൂടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. 10 ദിവസം കഴിഞ്ഞാൽ രാജ്യത്തിന്റെ ജനവിധി അറിയാൻ കഴിയും. ഓരോ വോട്ടെടുപ്പ് കഴിയുമ്പോഴും പോളിംഗിന്റെ കണക്കുകൾ കൃത്യസമയത്ത് അല്ലെങ്കിൽ ഉടൻ തന്നെ പുറത്തുവിടുന്നില്ല എന്ന ആരോപണം അത് ശക്തമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജിയും ഉണ്ടായിരുന്നു. ഇന്ന് ആ ഹർജിയിൽ സുപ്രീം കോടതി ഇടപെടാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. അവസാന ഘട്ടത്തിലെത്തിയ സ്ഥിതിക്ക് ഇനി ഇടപെടേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹർജി അവധിക്കാലത്തിന് ശേഷം പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റുകയാണ് ചെയ്തത്. അജിംസ്, എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ കണക്കുകൾ ഉടൻ തന്നെ പുറത്തുവിടാൻ വൈമുഖ്യം കാണിക്കുന്നത്? അതിന് പിന്നിൽ പ്രതിപക്ഷം ആരോപിക്കുന്നത് പോലെ ക്രമക്കേടുകൾ നടക്കുന്നുണ്ടാകുമോ? അതായത് സാധാരണ രീതിയിൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ എത്ര വോട്ടുണ്ട്, എത്ര വോട്ടർമാർ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, രജിസ്റ്റേർഡ് വോട്ടേഴ്സ് എത്ര പേരുണ്ട്, ആ പോളിംഗ് ഡേയുടെ അന്ന് എത്ര പേര് വോട്ട് ചെയ്യാൻ വന്നു, എത്ര പേരെ വോട്ട് നിഷേധിച്ച് മടക്കി വിട്ടു, ചിലപ്പോൾ തെറ്റായ ഐഡൻറ്റി കാർഡൊക്കെ ആയിട്ട് വരുന്നവർ, അങ്ങനെ പല രീതിയിലുണ്ടാവും, എത്ര പേര് മടക്കി വിട്ടു എന്ന് തുടങ്ങി ഒരു പോളിംഗ് ഡേയിലെ മുഴുവൻ വിവരങ്ങളും ഉൾക്കൊള്ളുന്ന ഒന്നാണ് ഫോം 17C എന്ന് പറയുന്നത്. അത് ബൂത്ത് തലത്തിലുള്ളതുണ്ട്. ഓരോ പോളിംഗ് സ്റ്റേഷനിലുമുള്ള ഒന്നാണ്. ഇപ്പോൾ ഒരു പോളിംഗ് സ്റ്റേഷൻ ചിലപ്പോൾ 2 ബൂത്തുകളുണ്ടാവാം. ഓരോ പോളിംഗ് സ്റ്റേഷനിലും ഇന്ന ബൂത്തുകളിൽ ഇത്ര വോട്ടുകളുണ്ട്, ഇത്ര വോട്ടുകൾ രേഖപ്പെടുത്തി എന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും അതിലുണ്ടാവും. അപ്പോൾ അതിനൊരു കോപ്പി സ്ഥാനാർത്ഥിയുടെ ഏജന്റിനെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചിട്ട് അത് പിന്നീട് സ്ട്രോങ് റൂമിലൊക്കെയാണ് ചെയ്യുന്നത്. അതിനൊരു കോപ്പി സ്ഥാനാർത്ഥിക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അത് അവൈലബിൾ ആയിട്ടുള്ളൊരു ഡാറ്റയല്ല, അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കണക്കിൻ്റെ പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ 1ഉം 2ഉം ഘട്ടം പോളിംഗ് കഴിഞ്ഞ സമയത്ത് ഒരു അപ്രോക്സിമേറ്റ് പോളിംഗ് പെർസെൻറ്റേജ് പുറത്തു വിടുകയാണ് കമ്മീഷൻ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കഴിയുന്ന അന്ന് ഒരു അപ്രോക്സിമേറ്റ് കണക്ക് പുറത്തു വിടുകയാണ്. പിന്നീട് ഇത് കൃത്യമായ കണക്ക് എത്രയാണ്, ഇത് എത്ര പേർ അതിൽ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഉണ്ട്, എത്ര പെർസെൻറ്റേജ് അല്ല, എത്ര പേർ, അതാണ് പ്രധാനം. പോളിംഗ് പെർസെൻറ്റേജ് ആണ് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിടുന്ന പോളിംഗ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ 100ന്റെ 50% 60ന്റെ 50% വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ എത്ര വോട്ടേഴ്സ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവരിൽ എത്ര ശതമാനം പേർ വോട്ട് ചെയ്തു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ഇതിൽ എത്ര പേർ രജിസ്റ്റർ ചെയ്തു എന്നുള്ള കണക്ക് മറച്ചു വയ്ക്കുകയും പോളിംഗ് പെർസെൻറ്റേജ് മാത്രം പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമല്ല, 1ഉം 2ഉം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇത് ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ആദ്യം കൊടുത്ത അപ്രോക്സിമേറ്റ് ശതമാന കണക്കിൽ നിന്ന് വലിയ ശതമാനമാണ്, വലിയ വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് ആദ്യം ചൂണ്ടിക്കാട്ടപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ഇതൊരു സംശയം ഉളവാക്കുന്ന ഒരു നടപടി തന്നെയാണ്. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, അതുപോലെ മഹുവ മൊയ്ത്ര എം പി ആയിരുന്ന മഹുവ മൊയ്ത്രയും കോടതിയെ സമീപിച്ചു. അപ്പോൾ ADRന്റെ ഒരു കേസ് 2019 കോടതിയിലുണ്ട്. 2019 തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമാണ് അവർ കോടതി പോകുന്നത്. കഴിഞ്ഞ 5 വർഷമായിട്ട് അതിൽ വാദം കേട്ടിട്ടേ ഇല്ല. അപ്പോഴാണ് ADR എന്ത് ചെയ്യുന്നത്, ഒരു പെറ്റീഷനുമായിട്ട് അവർ ചെല്ലുന്നത്, ഒരു ഉടൻ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഒരു പെറ്റീഷനായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇന്ന് കോടതി ചോദിക്കുന്നത്, നിങ്ങൾ ഈ 5 വർഷം എവിടെയായിരുന്നു, ഈ വാദം കേൾക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്നാണ് മഹുവ മൊയ്ത്രയുടെ അഭിഭാഷകനോടും ADRന്റെ അഭിഭാഷകനോടും ചോദിക്കുന്നത്. വാദം കേൾപ്പിക്കുക എന്നുള്ളത് ഇവരുടെ പണിയല്ലല്ലോ, വാദം കേൾപ്പിക്കുക എന്നുള്ളത് കോടതിയുടെ പണിയാണ്. നിങ്ങൾ എന്ത് ചെയ്തു, മെൻഷൻ ചെയ്തോ, അങ്ങനെയൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഇടക്കാല ഇൻട്രീം റിലീഫിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് വന്നത്, ഈ ആദ്യത്തെ ഹർജി തന്നെയല്ലേ ഈ പറയുന്ന കാര്യങ്ങളും എന്നൊക്കെയാണ് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഇതിലൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസ്യത സംബന്ധിച്ചുള്ള ചോദ്യം വരുന്ന സാഹചര്യത്തിൽ ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം ഫോം 17 വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതിന് എന്താണ് പ്രശ്നം എന്നാണ് കോടതി ഇലക്ഷൻ കമ്മീഷനോട് ചോദിച്ചത്. അപ്പോൾ ADRന്റെ ഈ ഇൻ്ററിം പെറ്റീഷനുള്ള ഒരു ആവശ്യം ഇതാണ്, ഈ ഫോം 17 അന്ന് തന്നെ സ്കാൻ ചെയ്ത് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുക. ഒരു തരത്തിലുള്ള അംബിഗ്വിറ്റി ഇല്ല, നിങ്ങൾക്ക് അത് ചെയ്യാൻ പാടില്ല എന്നാണ് ADR ചോദിക്കുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി അഭിപ്രായം ചോദിച്ചു സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട്. അവർ ഇന്നലെ ഒരു മറുപടി കൊടുത്തു. ആ മറുപടിയിൽ പറയുന്ന കാര്യം, ഫോം 17 വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റ് വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആളുകൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് മോർഫ് ചെയ്ത് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കും. അങ്ങനെ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ തരത്തിലുള്ള ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കും, ആളുകൾക്കിടയിൽ അവിശ്വാസം ഉണ്ടാകും. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് കൊടുത്ത മറുപടി. അപ്പോൾ ഈ മറുപടി കണ്ടതിന് ശേഷം ഇന്ന് കോടതി വീണ്ടും അത് പരിഗണിച്ചിട്ട് കോടതി ഈ ചോദ്യങ്ങൾ, ഞാൻ മുമ്പ് ചോദിച്ച ചോദ്യങ്ങൾ ഹർജിക്കാരോട് ചോദിക്കുന്നു. തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞ സാഹചര്യത്തിൽ അതിലിടപെടാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു.
സാധാരണ രീതിയിൽ അങ്ങനെയാണ്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോടതികൾ സാധാരണ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടാറില്ല. ഇന്ന് കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യം, ഏതെങ്കിലും ഒരു അതോറിറ്റിയെ നമ്മൾ വിശ്വസിക്കണം, തെരഞ്ഞെടുപ്പ് നടക്കണം, ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ അതിൽ ഇടപെട്ടുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം എന്താണ്? അബ്സല്യൂട്ട് നമ്പറിനെ കുറിച്ചുള്ള ചോദ്യമാണ്. എത്ര വോട്ടേഴ്സ് രജിസ്റ്റർ ചെയ്തു, അവരിൽ എത്ര ശതമാനം പേർ പോൾ രേഖപ്പെടുത്തി, അവരുടെ അബ്സല്യൂട്ട് നമ്പർ എത്രയാണ്, ഈ വോട്ട് ചെയ്ത ആളുകളുടെ അബ്സല്യൂട്ട് നമ്പർ എത്രയാണ്. ഇത് അറിയില്ല എന്ന് വരുന്നത് ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വലിയ പ്രശ്നമാണ്. അത് ഇന്ന് ഒരുപാട് കാർട്ടൂണുകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. ഇന്ന് കണ്ട ഒരു രസകരമായ കാർട്ടൂൺ, ഒരു അമ്പയർ കളിക്കാരോട് പറയുകയാണ്, സ്കോർ ഇപ്പോൾ എഴുതി കാണിക്കാൻ പറ്റില്ല, അത് കളി തടസ്സപ്പെടുത്തും എന്ന്. സ്കോർ എത്ര റൺസ് എടുത്തു എന്ന് സ്കോർ ഇപ്പോൾ എഴുതി കാണിക്കാൻ പറ്റില്ല, കാണിച്ചു കഴിഞ്ഞാൽ അത് കളി തടസ്സപ്പെടുത്തും എന്നാണ് പറയുന്നത്. ഇത്രമാത്രം ബാലിശമായൊരു വാദം തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയിൽ പറയുന്നത്. യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് ഫ്രീ ആൻഡ് ഫെയർ ആയിട്ട് നടക്കും എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ എത്ര ആളുകൾ അവിടെ രജിസ്റ്റേർഡ് വോട്ടേഴ്സ് ഉണ്ട്, എത്ര പേർ വോട്ട് രേഖപ്പെടുത്തി എന്ന കണക്ക് അന്നന്ന് തന്നെ, പോളിംഗ് കഴിയുന്ന അന്ന് തന്നെ രേഖപ്പെടുത്തുക, ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. പക്ഷേ അങ്ങനെ ചെയ്യാതിരിക്കുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ 2019 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായൊരു പ്രശ്നം വീണ്ടും ഉടലെടുക്കും. ADR സുപ്രീം കോടതി പോകാനുള്ളൊരു കാരണം, 2019 തെരഞ്ഞെടുപ്പിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ ഘട്ടത്തിലും പോൾ ചെയ്യപ്പെട്ട വോട്ട് പെർസെൻറ്റേജും പോൾ ചെയ്യപ്പെട്ട ആളുടെ എണ്ണവും അപ്ലോഡ് ചെയ്തിരുന്നു അവരുടെ വെബ്സൈറ്റിൽ. പക്ഷേ കൗണ്ടിങ്ങിൻ്റെ സമയത്ത് കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ച എണ്ണമല്ല ടോട്ടൽ പോൾ ചെയ്ത എണ്ണമായിട്ട് കൗണ്ടിങ് ഡേയിൽ വന്നത്. ഏതാണ് കൂടുതലുണ്ടായിരുന്നത്? എണ്ണത് കൂടുതലായിരുന്നു. അത് ഒരു മണ്ഡലങ്ങളിലൊന്നും അല്ല, ഒരുപാട് മണ്ഡലങ്ങളിൽ ആ എണ്ണം കൂടുതലായിരുന്നു. അത് പിന്നീട് വലിയ വിവാദമാവുകയും മാധ്യമങ്ങൾ വാർത്ത ചെയ്യുകയും, അങ്ങനെ മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്വിൻറ്റ് പോലുള്ള വെബ്സൈറ്റുകൾ അവർ റിസർച്ച് ചെയ്ത് അതിൻ്റെ മുഴുവൻ സാധനം അൺഎർത്ത് ചെയ്തെടുത്തു. അത് തെരഞ്ഞെടുപ്പ് റിസർച്ച് മീൻസ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച എണ്ണം, കൗണ്ടിങ് ഡേയിൽ കൗണ്ട് ചെയ്യപ്പെട്ട വോട്ടുകളുടെ എണ്ണം, ഇത് തമ്മിലുള്ള ഡിസ്ക്രിപ്പൻസിയാണ് അവർ മുന്നിൽ വെച്ചത്. അതിനുശേഷമാണ് ADR മുഹമ്മദ് ഇത്രയൊക്കെ ഈ കോടതിയെ സമീപിച്ചത്. അപ്പോൾ ഇതൊരു റിയൽ ഇഷ്യൂ ആണ്. 2019 നടന്നതാണ്. എൻ്റെ സമാനമായ ആവർത്തനം ഇവിടെ നടക്കുകയാണ്. അങ്ങനെ ഒരു പ്രശ്നം കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് തുടങ്ങിപ്പോയി, ഇനി ഇടപെടാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ എത്രമാത്രം ഉത്തരവാദിത്തമുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ കോടതികൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു റിയൽ ഇഷ്യൂ ആണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യത സംബന്ധിച്ച് ഉയർന്ന ഏറ്റവും വലിയ ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് അബ്സല്യൂട്ട് നമ്പർ എത്ര എന്ന ക്വസ്റ്റ്യൻ. യെസ് ദാസർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്ന ഈ കണക്കുകളുടെ പൊരുത്തക്കേടുകൾ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഈ വോട്ടർമാരുടെ ഒരു ആബ്സല്യൂട്ട് കണക്ക് അജിൻസ് പറഞ്ഞതുപോലെ അത് എന്തുകൊണ്ടായിരിക്കും പുറത്തുവിടാത്തത്? അല്ല, ഇതിൽ നോക്കൂ ദിവ്യ, ഇതിനകത്ത് ഞാൻ പല സന്ദർഭങ്ങളും പറഞ്ഞു, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ശക്തി അല്ലെങ്കിൽ പ്രത്യേകത എന്ന് പറയുന്നത് വിജയിച്ചവരും തോറ്റവരും ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ഉണ്ടായി എന്നുള്ളതാണ്. 47 മുതലുള്ള നമ്മുടെ ചരിത്രം അതാണ്. ലോകത്ത് പല രാജ്യങ്ങളിലും നമ്മളെക്കാൾ പുരോഗതി പ്രാപിച്ച, നമ്മളെക്കാൾ വികസിതമായ എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങൾക്ക് പോലും സാധിക്കാത്ത വിധം തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യത എന്ന് പറയുമ്പോൾ ജയിച്ചവരും തോറ്റവരും ഒരേപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളുണ്ടായിരുന്ന രാജ്യമാണ്. അതിൽ ഒരു അബറേഷൻ ഉണ്ടായത് 1987 ജമ്മു കാശ്മീർ അസംബ്ലി ഇലക്ഷൻ മാത്രമാണ്. അതിൻ്റെ ആഘാതം ആ സംസ്ഥാനം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അവിടെ ഈ ആംഡ് മിലിറ്റൻസി ഉണ്ടായി വരുന്നത്. ഇപ്പോൾ സംഭവിക്കുന്ന സംഗതി എന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യം ഈ ഒരു ജനാധിപത്യ ഘടന നിലനിൽക്കുന്നതിൽ കോർണർ സ്റ്റോൺ എന്ന് നിസ്സംശയം പറയാവുന്ന ഒരു ഏജൻസി, ഒരു സർക്കാർ, ഒരു ഭരണഘടനാ ഏജൻസി സംശയത്തിന് നിഴലിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, കോടതിയിലേക്ക് ആളുകൾ പോകുന്നു. പിന്നെ ഇപ്പോൾ ADR ഒക്കെ വളരെ നേരത്തെ പോയതാണ്, പക്ഷേ അവരുടെ കേസ് എടുക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ വന്നതിന് ശേഷമാണ്. അപ്പോൾ കോടതി പറയുന്ന കാര്യം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞു, അത് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല. അത് ശരിയായൊരു നിലപാടാണ്. കോടതികൾ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നൊരു നിലപാടാണ്. തെരഞ്ഞെടുപ്പ് കേസുകൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ കഴിഞ്ഞ ശേഷം പരിഗണിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ADR വളരെ നേരത്തെ തന്നെ കേസ് കൊടുത്തതാണ്. അപ്പം നമ്മുടെ ഒരു ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് കോടതികളെന്ന് പറയുന്നത്. കോടതി വേണ്ട രീതിയിൽ അല്ലെങ്കിൽ സമയത്ത് ഇടപെടുന്നില്ല എന്നൊരു പ്രശ്നം വരുന്നു. പിന്നെ രണ്ടാമത്തെ പ്രശ്നം, പ്രതിപക്ഷം ഈ പറയുന്ന നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഇത്തരം വിഷയങ്ങളുണ്ടല്ലോ, ഇത് ഈ ബദൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ മാധ്യമങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഈ വയർ, ക്വിൻറ്റ് പോലെയുള്ള വെബ്സൈറ്റുകൾ കാലങ്ങളായി പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രതിപക്ഷം അത് ഏറ്റെടുക്കുന്നില്ല.
ഇപ്പോൾ EVM-മായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വിവാദങ്ങൾ, വിഷയങ്ങൾ, ഈ പോൾ പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് വരുന്ന വിവാദങ്ങൾ, ഇതേക്കുറിച്ച് രാഹുൽ ഗാന്ധി സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ സീതാറാം യെച്ചൂരി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഈ ഇന്ത്യ മുന്നണിയുടെ ആരും അതേക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പോൾ അതിൽ അവരുടെ ഒരു നിലപാട് എന്താണെന്ന് ചോദിച്ചാലും അവർ അശ്രദ്ധമായിട്ടിരിക്കുകയല്ല, അത് ഒരു വിഷയമാക്കേണ്ടതില്ല എന്നുള്ളത് അവരുടെ തീരുമാനമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഇങ്ങനെ ഇത് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കുന്ന വിധത്തിൽ അത് ഉയർന്നു വന്നു കഴിഞ്ഞാൽ അത് ഈ വോട്ടർ ഫെറ്റീഗ് എന്ന് പറയുന്നൊരവസ്ഥയുണ്ടല്ലോ. നമുക്ക് ഈ BJPയെ ഭരണത്തിൽ നിന്ന് തെറിപ്പിക്കണം, മോഡിയെ തോൽപ്പിക്കണം എന്ന് വിചാരിക്കുന്ന, ഇന്ത്യ മുന്നണിക്ക് വോട്ട് ചെയ്യണം അല്ലെങ്കിൽ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളുകളെപ്പോലും പോളിംഗ് ബൂത്തിൽ എത്തുന്നതിന് തടയും. ഇവിടെ ചുമ്മാ അവിടെ പോയി ക്യൂ നിന്നിട്ട് എന്നാ കാര്യം, ഇതെല്ലാം നേരത്തെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നൊരു ധാരണ ആളുകളിലേക്ക് വരും. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ നമ്മൾ ഇലക്ഷൻ ക്യാമ്പയിനിൽ ഉന്നയിക്കേണ്ടതില്ല എന്നുള്ള അവരുടെ തീരുമാനമാണ്. പക്ഷേ അതൊരു ഇലക്ഷൻ പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞ ശേഷം ആ ഒരു തീരുമാനത്തിന് പ്രസക്തിയാണ്. പക്ഷേ ഇവിടെ അജിംസ് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, 2019 തെരഞ്ഞെടുപ്പിൽ തന്നെ ഈ ഡിസ്ക്രിപ്പൻസി അവിടെ ഉണ്ട് എന്നിരിക്കെ ഇത് ഈ ടോട്ടൽ പോൾ ചെയ്ത നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞ പെർസെൻറ്റേജും നമ്പറും കൗണ്ട് ചെയ്ത നമ്പറും പെർസെൻറ്റേജും തമ്മിലൊരു വ്യത്യാസമുണ്ടെങ്കിൽ അത് ആ സമയത്ത് തന്നെ ഉന്നയിക്കുകയും അത് വളരെ ഗൗരവപ്പെട്ടൊരു വിഷയമാണല്ലോ. പക്ഷെ ആ നിലക്ക് അത് അറ്റൻഡ് ചെയ്യുന്നതിൽ ഈ പ്രതിപക്ഷം ശ്രമിച്ചിട്ട്, ഇപ്പം പ്രതിപക്ഷം അറ്റൻഡ് ചെയ്യാത്ത ആ കാരണം യുക്തിഭദ്രമായിട്ടുള്ളൊരു കാരണമാണ്. പക്ഷെ നേരത്തെ അത് ചെയ്യാമായിരുന്നു. പക്ഷേ പ്രതിപക്ഷം ആ നിലക്ക് അത് എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് പ്രേക്ഷകർ എന്നോട് പല സന്ദർഭങ്ങളായിട്ട് നേരിട്ടും അല്ല മെസ്സേജിലൂടെയൊക്കെ പറയുന്ന കാര്യമുണ്ട്. പിന്നെ ഔട്ട് ഓഫ് ഫോക്കസിൽ ഈ നാഷണൽ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ കാണുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് പ്രതീക്ഷ? ഞാനങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനെപ്പോഴും പിന്നെ NDAയുടെ ഒരു ഓഫ് കോഴ്സ് ഈ മോഡിയുടെ ഈ ഈ വിദ്വേഷ വിളയാട്ടിൻ്റെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ അത് സെല്ലബിളായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ ഹേറ്റ് സ്പീച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും സെല്ലബിളായിട്ടുള്ള കാര്യം. എനിക്ക് പെട്രോൾ കിട്ടിയില്ലേ വേണ്ടിയില്ല, ഡീസൽ കിട്ടിയില്ലേ വേണ്ടിയില്ല, ഗ്യാസ് കിട്ടിയില്ലേ വേണ്ടിയില്ല, മറ്റവന് പണി കൊടുത്താൽ മതിയെന്ന് വിചാരിക്കുന്ന ആ മനോഘടനയാണ് ഇന്ത്യയിൽ വർക്ക് ചെയ്യാൻ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ വർക്ക് ചെയ്യാമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്നത്. പക്ഷേ ഞാൻ ഇപ്പോൾ അതിനേക്കാൾ ഒരു നിരാശനായ യുവാവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ തന്നെ ഈ പോളിംഗ് പെർസെൻറ്റേജ് എന്നുള്ള വിവാദങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ 3-4 ഫേസ് കഴിഞ്ഞപ്പോഴേക്ക്, നേരത്തെ 4 ഫേസ് കഴിഞ്ഞപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്ത കണക്ക് പോളിംഗ് നടന്ന ദിവസം പറഞ്ഞ കണക്കും തമ്മിലുള്ള ആ വ്യത്യാസം നോക്കുമ്പോൾ 1.7 crore ഇൻക്രീസ്, വോട്ടർ ഇൻക്രീസാണ് ഉണ്ടായിട്ടുള്ളത്. 1,07,00,000 വോട്ടർമാർ. എത്ര സീറ്റുകളിലേക്കാണ് 4 ഫേസ് ഇലക്ഷൻ നടന്നത്? 379 എന്ന് പറഞ്ഞാൽ പെർ കോൺസ്റ്റിറ്റ്യുവൻസി 28,000 വോട്ടർ ആണ് കൂടിയിരിക്കുന്നത്. നമ്മളങ്ങനെ അതിനെടുത്തു കഴിഞ്ഞാൽ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 28,000 വോട്ട് കൂടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾക്ക് പെസിമിസ്റ്റിക്കായിട്ട് ഒരാൾ ആലോചിക്കുകയാണ്, ഇവന്മാർ കുറേ പെട്ടികൾ നേരത്തെ ഞെക്കി വെച്ചിട്ട് എവിടെയോ വെച്ചിട്ടുണ്ട്, അത് അവിടെ കൊണ്ടുവെക്കും എന്നൊരാൾക്ക് പെസിമിസ്റ്റിക്കായിട്ട് ആലോചിക്കാമല്ലോ. അപ്പം അങ്ങനെ ആലോചിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്കങ്ങനെ ആലോചിക്കാൻ ന്യായമില്ല എന്ന് നിസ്സംശയം പറയാൻ ആ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ സാധ്യമല്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ അതുമാത്രമല്ല, വേറെ ഒരുപാട് ഇപ്പോൾ ബരാമതി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യുവൻസി, ബരാമതി എന്ന് പറയുന്നത് നമ്മുടെ ഇദ്ദേഹത്തിൻ്റെ നാട്, അജിത് പവാറിൻ്റെ നാട്, വളരെ ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ പറയുന്ന പോളിംഗ് പെർസെൻറ്റേജിൽ ആദ്യം പറഞ്ഞ കണക്കും പിന്നീട് പറഞ്ഞ കണക്കും തമ്മിൽ ഭയങ്കരമായ സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് പറഞ്ഞ കണക്കിൽ ഭയങ്കരമായ സ്പൈക്ക് ഉണ്ടായിട്ടുണ്ട്. അതേ സ്ഥലത്ത് തന്നെയാണ് അവിടുത്തെ ഈ മെഷീൻസ് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള ഗോഡൗണിൽ 45 മണിക്കൂർ CCTV ഓഫായി. അത് വലിയ വാർത്തയായതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഒന്ന് ഈ സ്പൈക്ക് എങ്ങനെ ഉണ്ടായി, ഈ ഇത്രയും വലിയ വർധന എങ്ങനെ ഉണ്ടായി, നേരത്തെ പറഞ്ഞതിൽ നിന്നും ഇപ്പോൾ പറഞ്ഞതിൽ തമ്മിൽ ഇത്രയധികം വർധന എങ്ങനെ ഉണ്ടായി എന്ന ക്വസ്റ്റ്യൻ അതിനെ യുക്തിഭദ്രമായി വിശദീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷന് സാധിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനൊരു വിവാദം നിൽക്കുന്ന അവിടെ ഈ ഗോഡൗണിൽ 45 മിനിറ്റ് CCTV ഓഫായി. അതിന് വിശദീകരിക്കുവാൻ ഇലക്ഷൻ കമ്മീഷന് സാധിക്കുന്നില്ല. അപ്പോൾ സമാനമായിട്ടുള്ള പലതരത്തിലുള്ള പരാതികൾ പലയിടത്തുനിന്ന് വരികയാണ്. ഈ നമ്പറിലുണ്ടാകുന്ന വേരിയേഷൻ വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഇതെന്താണ്, ഇത് പ്രീസെറ്റ് ആണോ
എന്ന് ഒരാൾ സംശയിച്ചു കഴിഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതാണ് എന്ന് വെച്ചാൽ വിശ്വാസ്യത തകർന്നിരിക്കുന്നു. അപ്പോൾ വിശ്വാസ്യത തകർന്നപ്പോൾ യഥാർത്ഥത്തിൽ, അതാണ് മനസ്സിലായി, യഥാർത്ഥത്തിൽ തന്നെ NDA ആണ് വിജയിക്കാൻ പോകുന്നത് വിചാരിക്കുക. ഈ ജാതി ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടില്ല, ശരിക്കും ജനങ്ങൾ വോട്ട് ചെയ്ത് NDA ആണ് വിജയിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോഴും അന്തരീക്ഷത്തിൽ എന്തുണ്ടാവും? അന്തരീക്ഷത്തിൽ എന്തുണ്ടാവുമാർ ഇത് പണിയെടുത്തതാണ് എന്നല്ലേ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ കോർണർ സ്റ്റോണായിട്ട് നിലനിൽക്കുന്ന ഒരു ഏജൻസി അവിശ്വാസ്യതയുടെ നിലയിൽ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ അവിശ്വാസ്യത നിലയിൽ നിൽക്കുകയാണ്. ഒരു ലെജിറ്റമസി ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന നില വരികയാണ്. അത് രാജ്യത്തെ ദുർബലപ്പെടുത്തും. നമ്മൾ മനസ്സിലാക്കണം. ഒരു രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നമ്മളെല്ലാം ഒരേ രാജ്യമാണ്, സഹോദരി സഹോദരന്മാരാണ്, ഭാരതം എൻ്റെ രാജ്യമാണെന്ന് പ്രതിജ്ഞ ചൊല്ലി ചുമ്മാ യാന്ത്രികമായി ഉണ്ടാകുന്നതല്ല. ആളുകളുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്നൊരു വിശ്വാസമാണ് ഈ ഭരണഘടന, ഈ സംവിധാനം, ഈ ഇലക്ഷൻ കമ്മീഷൻ, ഈ കോടതി. ഇങ്ങനെ നമ്മളുടെ ഈ സംവിധാനം ശരിയാം വിധം ബാലൻസ്ഡായിട്ട് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്വയാധികാരമുള്ള വിവിധ ഏജൻസികൾ പരസ്പരം റെസ്പെക്റ്റോടുകൂടി പരസ്പരം സിങ്ക് ആയിക്കൊണ്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു രാജ്യം കൊഹസീവായിട്ട് നിൽക്കുന്നത്. ആ ഒരു സാധ്യത മാനസികമായി ആ ഒരു ഉള്ളിൽ നിന്നത് ഇല്ലാതായി പോവുകയാണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭദ്രതയാണത് അതില്ലാതാക്കുന്നത്. അപ്പോൾ NDA ആണ് അധികാരത്തിൽ വരുന്നത് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു പ്രശ്നം അവിടെ നിൽക്കും. ഈ വിശ്വാസ്യത പ്രതിസന്ധി, ട്രസ്റ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട വളരെ ഗുരുതരമായൊരു പ്രശ്നം അവിടെ നിൽക്കുകയാണ്. ഇനി വേറെ നിൽക്കാലോ യു പി അല്ല, എന്താ ഇപ്പോൾ ഉള്ളത്? ഇന്ത്യ മുന്നണി അധികാരത്തിൽ നിന്ന് വിചാരിക്കുക. എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ അത് ഉൾക്കൊള്ള ഈ ജാതി വിദ്വേഷ പ്രസംഗമൊക്കെ നടത്തി ആകെ ഹലാക്കാക്കി എന്നെ ദൈവം നിയോഗിച്ചതാണെന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുന്ന മനുഷ്യൻ, അദ്ദേഹം പരാജയം സമ്മതിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഡീപ്പ് സ്റ്റേറ്റ് ഉണർന്ന് പ്രവർത്തിക്കുക എന്നാണ് UPA 1 UPA 2 കാലത്ത് സംഭവിച്ചത്. തുരുതുരാ സ്ഫോടനങ്ങളായിരുന്നു ഇന്ത്യയിലെ നഗരങ്ങൾ. അത് സ്വിച്ചിട്ടതുപോലെ നിൽക്കുന്നപ്പോഴാണ് NDA അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് എവിടെയാണ് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഡീപ്പ് സ്റ്റേറ്റ് വീണ്ടും സ്വിച്ച് ഓണാക്കുന്നു. നോക്കണം, നേരത്തെ UPA കാലത്തുള്ളത് പോലെയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ സർവ്വകോശങ്ങളെയും ഈ സംഘപരിവാരം ആഴത്തിൽ വേരൂന്നി കഴിഞ്ഞു ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട്. അതിനുശേഷമുള്ളൊരു ഘട്ടത്തിൽ ഇപ്പം BJP ഭരണത്തിലില്ലാത്ത സന്ദർഭത്തിൽ പോലും എങ്ങനെയാണ് ഡീപ്പ് സ്റ്റേറ്റ് ആക്ട് ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളിൽ ഇവരെവിടെയൊക്കെയാണ് അവരുടെ ഈ വിരലുകൾ ആഴ്ത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഈ ഇന്ത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ അതും ഒരു സ്വച്ഛമായൊരു ഭരണം നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതുകൊണ്ട് പ്രേക്ഷകരോട് ഞാൻ നിരാശ പങ്കുവെക്കുകയാണ്. യെസ്, അതാണ്. പോളിംഗ് കണക്കുകൾ പുറത്തുവിടാൻ കഴിയില്ല, ഫോം 70 പരസ്യപ്പെടുത്താൻ കഴിയില്ല എന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുമ്പോൾ അത് നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. ആ ഹർജിയിൽ ഇടപെടാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറയുമ്പോൾ അതും നിരുത്തരവാദപരമായ ഒരു സമീപനമായി മാത്രമേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ.